രുദ്രാക്ഷം. രചന വർണ്ണങ്ങൾ ആമി. താൻ പെട്ടുപോയി എന്നുള്ളത് അർജുന് മനസ്സിലായി. അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരേയൊരു വഴി മാത്രമാണുള്ളതെന്നും അവന് പിടികിട്ടി. ചിന്മയോട് കാര്യങ്ങളൊക്കെ പറയുക. കുറച്ച് റഫായിട്ട് തന്നെ അവളോട് പെരുമാറാൻ അവൻ തീരുമാനിച്ചു. ഇനി സോപ്പ് കോർണർ വല്ലതും തോന്നി പെണ്ണ് കല്യാണത്തിന് സമ്മതിച്ചാൽ തനിക്ക് പണിയാകൂന്ന് അവൻ ഓർത്തു. അതുകൊണ്ട് അവളെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയാൻ അർജുൻ തീരുമാനമെടുത്തു. എന്തായാലും ആൻറ്റിയെ ചിന്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആൻറ്റി അല്ലല്ലോ തന്നെ വിവാഹം കഴിക്കുന്നത്, അവരുടെ മകനല്ലേ. ഈ ഒരു പ്രായത്തിൽ തനിക്കൊരു വിവാഹം വേണ്ടെന്ന് തന്നെ അവൾ ഉറപ്പിച്ചു. അതുകൊണ്ട് അവളും അർജുനോട് കാര്യങ്ങൾ തുറന്നു പറയാനായി കാത്തിരുന്നു. ചായ കൊണ്ടുവന്ന് കൊടുക്കാനായി രേഷ്മയും ശ്രീദേവിയും ചിന്മയെ വിളിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണ് അവൾ ചായയുമായി വന്നത്. അർജുനാണെങ്കിൽ അവളെ നോക്കിയതേയില്ല. അവൾ തിരിച്ചും. ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് തമാശകൾ പറഞ്ഞ് ഉറക്കെ ചിരിക്കുന്നുണ്ടെങ്കിലും ചിന്മയി അർജുൻ ചായ കൊടുത്തിട്ട് പിറകിലേക്ക് മാറിപ്പോയി നിന്നോ. കുട്ടികൾ രണ്ടാളും തുറന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ ആവാമെന്ന് മനോജങ്ങൾ വന്നിട്ട് അർജുൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു. ശ്രീദേവിയാണ് ചിന്മയെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയത്. ആ മുറിയിൽ വെച്ചാണ് അർജുനും ചിമ്മുവും പരസ്പരം കാണുന്നത്. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അർജുൻ. എനിക്കൊരിക്കലും തന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല. എൻ്റെ സങ്കല്പത്തിലുള്ള പെണ്ണിങ്ങനെയല്ല. കുറച്ച് മോഡേൺ ആയിട്ടുള്ള ക്യാരക്ടറാണ് എനിക്കിഷ്ടം. താൻ ഒരുമാതിരി പഴങ്കഞ്ഞി പരുവം, തലമുടി നിറയെ എണ്ണയും കോരി വെച്ച് കണ്ണുവെഴുതി മുടിയിൽ ചൂടി മുല്ലപ്പൂവും ചൂടി നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ കഥകളി മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റേതായ കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെപ്പോലൊരു പെണ്ണിനു വേണ്ടി എൻ്റെ ജീവിതം കളയുവാൻ ഞാൻ ഒരുക്കമല്ല. അർജുൻ യാതൊരു മുഖവരിയും കൂടാതെ പെട്ടെന്ന് പറഞ്ഞതും പാവം ചിമ്മു വിഷമിച്ചു പോയി. ആദ്യമായിട്ടാണ് ഒരുവൻ തൻ്റെ മുഖത്ത് നോക്കി ഇത്രയും ക്രൂരമായി സംസാരിക്കുന്നത്. തന്നെ കാണാനൊരു ചന്തമൊക്കെ ഉണ്ടെന്നായിരുന്നു അതുവരെയുള്ള ചുമ്മുവിൻ്റെ ധാരണ. ഇത് തനിക്ക് യാതൊരു സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ്, അയാളുടെ സങ്കല്പത്തിലുള്ള പെണ്ണല്ലെന്ന് പറഞ്ഞ് തന്നെ അധിക്ഷേപിച്ചവനെ ഇത്തിരി പകയോടെയാണ് ചിമ്മു നോക്കിയത്. ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് നീ പറഞ്ഞോണം, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. കണ്ണു നിറച്ചുകൊണ്ട് അരികിൽ നിൽക്കുന്നവളെ നോക്കി അർജുൻ പറഞ്ഞു. അവളാണെങ്കിൽ ഒരക്ഷരം പോലും മറുത്ത് സംസാരിച്ചില്ല. എന്നോടൊപ്പം ജോലി ചെയ്യുന്ന പല പെൺകുട്ടികളുടെ വിവാഹാലോചനകൾ എന്നെ തേടി വരുന്നുണ്ട്. ഒരേ പ്രൊഫഷനിലുള്ളവരാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും പറ്റും. എനിക്കതൊക്കെയാണ് താല്പര്യം. അല്ലാണ്ട് തന്നെ പോലെ ഇത്രയും ചെറിയൊരു പെൺകുട്ടിയെ എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. തനിക്ക് സൗന്ദര്യമുണ്ട്, കാണാൻ അതീവ സുന്ദരിയാണെന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയി. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ വരെ വന്നതാണ്. നേരിട്ട് കണ്ടല്ലോ, സന്തോഷം. പുച്ഛഭാവത്തിൽ പറഞ്ഞിട്ട് അർജുൻ പുറത്തേക്ക് ഇറങ്ങി. ചെറിയ പുഞ്ചിരിയോടെ നടന്നു വരുന്ന അർജുനെ കണ്ടതും എല്ലാവരും കരുതിയത് അർജുൻ അവളോട് സംസാരിച്ച് ഇഷ്ടമായി എന്നാണ്. ഇന്ദ്രനും അച്ചമ്മയും ഒക്കെ പരസ്പരം നോക്കി ചെറുതായി ഒന്നും മന്ദഹസിച്ചു. സംസാരിച്ചോ മോനെ? പ്രദീപ് ചോദിച്ചതും അർജുൻ തലയിളക്കി. കാര്യങ്ങളൊക്കെ ഞാൻ ചിന്മയോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു. നല്ല പെൺകുട്ടിയാണ്. എൻ്റെ കുടുംബത്തോട് യോജിച്ചു പോകുന്നവളാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അയാൾ കൂടി ആലോചിച്ച് തീരുമാനിക്കട്ടെ, അതല്ലേ ശരി? അർജുൻ പറഞ്ഞതും എല്ലാവരും സന്തോഷത്തോടെ തലകുലുക്കി. ആലോചിക്കാനൊന്നുമില്ല. അർജുനേട്ടൻ പറഞ്ഞ പോലെ എനിക്കും വിവാഹത്തിന് സമ്മതമാണ്. പെട്ടെന്നാണ് വാതിൽപ്പടി നിന്നുകൊണ്ട് ചിന്മയി പറഞ്ഞത്. നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരും അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അർജുൻ്റെ മുഖം ഇരുണ്ടു. യാതൊരു കാരണവശാലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ കുട്ടികൾ രണ്ടും ഒന്ന് സംസാരിച്ച ശേഷം അവർക്കിരുവർക്കും പൂർണ്ണ സമ്മതമാണെന്ന് അറിയിച്ചത് കേട്ടതും എല്ലാവരും കിളിപോയ അവസ്ഥയിലാണ്. എന്തായാലും നിങ്ങൾ രണ്ടാളും കൂട്ടിച്ചേരാൻ വിധിക്കപ്പെട്ടവരാണ് മക്കളെ. അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് എല്ലാം ഭംഗിയായത്. അച്ചമ്മ പറഞ്ഞതും ഹരിയും പ്രദീപും ഒക്കെ അത് ശരിവെച്ചു. അർജുൻ്റെ മുഖം ഇരുണ്ടപ്പോൾ ചിന്മയാണെങ്കിൽ വിജയഭാവത്തിൽ നിൽക്കുകയാണ്. തൻ്റെ മുഖത്ത് നോക്കി ആദ്യമായിട്ടാണ് ഒരുവൻ ഇങ്ങനെയൊക്കെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത്. അയാൾക്ക് വിവാഹത്തിന് ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നു. തനിക്കത് മനസ്സിലായി. അതിനു പകരം താൻ സൗന്ദര്യമില്ലാത്തവളാണ്,
കൊച്ചു കുട്ടിയാണ്, അയാളുടെ സങ്കല്പത്തിലുള്ളവളല്ല. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ചിന്മയി കലിപ്പിൽ അർജുനെ നോക്കി. അവൻ പല്ല് ഞെരിച്ചുകൊണ്ട് അവളെയും പ്രദീപും രേഷ്മയുമൊക്കെ ആരോ ഫോണിൽ വിളിക്കുന്നുണ്ട്. ജോത്സനെ ആണെന്നുള്ളത് അർജുന് വൈകാതെ മനസ്സിലായി. വിവാഹത്തിന് ഏറ്റവും അടുത്ത മുഹൂർത്തം ഏതാണെന്ന് നോക്കാനാണ് അവരുടെ പ്ലാന്. തിരുവനന്തപുരത്തേക്ക് ഒരുപാട് ദൂരമുള്ളതിനാൽ ഈ നാട്ടിൽ വെച്ച് ചടങ്ങ് നടത്തുവാനാണ്. കാരണം ബന്ധുമിത്രാദികളിലേറെയും ഇവിടെയാണ് താമസം. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് അർജുൻ ഓർത്തു. ഒന്നും മേലാത്ത അവസ്ഥയിൽ അവൻ ഇരുന്ന് ഉരുകുന്നത് ആരും അറിഞ്ഞിരുന്നില്ല. 2 ആഴ്ചക്കുള്ള ഒരു മുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 9 മാസം കഴിയണം. ജോത്സ്യൻ പറഞ്ഞ വിവരങ്ങളെല്ലാം പ്രദീപ് എല്ലാവരോടും പറഞ്ഞു. നിങ്ങൾക്ക് അസൗകര്യം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് 6 മാസം കഴിഞ്ഞ് മതിയെന്ന് ഹരി പറഞ്ഞു. ഏയ്, എന്ത് അസൗകര്യം? ഇത്തിരി ബുദ്ധിമുട്ട് കൂടും, അത് സാരമില്ല. എല്ലാവരും കൂടി ഒത്തുപിടിച്ച് ചടങ്ങ് അടിപൊളിയാക്കാം. പ്രദീപും മനോജും ഒരുപോലെ അഭിപ്രായപ്പെട്ടു. എന്നാൽ പിന്നെ 2 ആഴ്ചക്കുള്ളിൽ നടത്താല്ലേ? ഇന്ദ്രൻ സ്റ്റെല്ലയെ നോക്കി. അവൾക്ക് സമ്മതമാണ്. എങ്കിൽ ആ ജോൾസിനെ ഒന്നുകൂടെ വിളിക്ക് പ്രദീപേ, എന്നിട്ട് മുഹൂർത്തം കുറിച്ചോളം പറയൂ. ഇന്ദ്രൻ പറഞ്ഞു. അല്ല, ഇത്ര പെട്ടെന്ന്? അച്ഛൻ, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല കേട്ടോ. 2 ആഴ്ചക്കുള്ളിൽ കല്യാണമെന്ന് കേട്ടതും പെണ്ണ് തകർന്നു പോയി. അവളോട് ദയനീയമായിട്ടുള്ള പറച്ചിൽ കേട്ട് എല്ലാവരും ചിരിച്ചു. കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, കുട്ടി ടെൻഷൻ ആവണ്ട. സ്റ്റെല്ല ചിന്മയുടെ കയ്യിൽ പിടിച്ചു. അച്ഛാ, എനിക്ക് ഒന്നുകൂടെ ആലോചിക്കണം. 2 ആഴ്ച കഴിഞ്ഞാൽ കോളേജിൽ എക്സാമാണ്. എനിക്ക് ആകെ തിരക്കും. അതിൻ്റെ ഇടയ്ക്ക് കല്യാണം. അർജുൻ ശബ്ദമുയർത്തി. കാര്യങ്ങൾ ഇത്രത്തോളം തീരുമാനിച്ച സ്ഥിതിക്ക് ചടങ്ങ് നടത്താൻ മോനെ, അതല്ലേ നല്ലത്. എന്തായാലും വിവാഹത്തിന് ശേഷമല്ലേ എക്സാം നടക്കൂ. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. പ്രദീപും മനോജും അർജുനെ നോക്കി അഭിപ്രായപ്പെട്ടു. അതെ, ചടങ്ങ് കഴിയട്ടെ. ഇനി ചിമ്മോന് തിരുവനന്തപുരത്തെ കോളേജിൽ പഠിപ്പ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ആ പേര് മോളും വിഷമിക്കണ്ട. ഇന്ദ്രൻ പറഞ്ഞതും ചിമ്മു വെറുതെ തലകുലുക്കി. അർജുനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവൻ എല്ലാവരെയും ചുട്ടരിക്കുവാനുള്ള ദേഷ്യത്തിലാണ് വണ്ടിയിൽ കയറിയത്. അതിനോടിടയ്ക്ക് ജോത്സ്യൻ മുഹൂർത്തവും കുറിപ്പിച്ചുകൊണ്ട് അവിടേക്ക് വരികയും ചെയ്തു. ഞായറാഴ്ച, അതായത് മീനമാസം 17-ാം തീയതി കാലത്ത് 11:15-നും 11:40-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ വിവാഹം. പ്രദീപ് ഇന്ദ്രൻ്റെ കയ്യിലേക്ക് ജാതകവും മുഹൂർത്തത്തിൻ്റെ കുറിപ്പും കൈമാറി. അതിനുശേഷം ഇത്തിരി നേരം കൂടി സംസാരിച്ചിരുന്നിട്ടാണ് എല്ലാവരും ഇറങ്ങിയത്. നാളെ തന്നെ പെണ്ണിനും ചെറുക്കനും ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് ശ്രീദേവി പറഞ്ഞു. കാരണം ഇനി അധികം ദിവസമില്ല, സ്റ്റിച്ചിങ്ങിന് ടൈം എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഡ്രസ്സൊക്കെ എടുത്ത ശേഷം പ്രദീപിനോടും രേഷ്മയോടും തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോകാനാണ് ശ്രീദേവി മനോജും പറഞ്ഞത്. അങ്ങനെ ചെയ്യാമെന്നും നാളെ 10 മണിയോട് കൂടി ടൗണിലേക്ക് വരാമെന്നും ഇന്ദ്രനും അറിയിച്ചിരുന്നു. വണ്ടിയിൽ കയറിയപാടെ എല്ലാവരും സന്തോഷത്തോടെ ചിമ്മുവിനെക്കുറിച്ച് പറയുകയാണ്. സ്റ്റെല്ലയ്ക്കും അച്ചമ്മയ്ക്കും ഒക്കെ അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കൊച്ചു പെണ്ണാണ്, അർജുൻ്റെ തോളപ്പം പോലും ഇല്ല. നീ ശ്രദ്ധിച്ചോ സ്റ്റെല്ല മോളെ? ശരിയാ അച്ചമ്മേ, തീരെ ചെറിയ കുട്ടിയാണ്. ഇനി നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇത്തിരി തടി വെപ്പിക്കാം. സ്റ്റെല്ല പറയുന്നത് കേട്ട് അർജുൻ പല്ലിറുമി. ഏത് കാലം കെട്ട നേരത്താണ് അങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയെന്നോർത്ത് അവൻ സ്വയം ശപിച്ചു. വീട്ടിലെത്തിയിട്ടും അർജുൻ ആരോടും ഒരക്ഷരം പോലും പറയാതെ മുകളിലെ മുറിയിലേക്ക് പോയി. ചായ കുടിച്ചിട്ട് പോകാമെന്ന് സ്റ്റെല്ല പറഞ്ഞെങ്കിലും തനിക്ക് ഇത്തിരി തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവൻ കയറി പോവായിരുന്നു. മുറിയിലെത്തിയതും ഡ്രസ്സ് പോലും മാറാതെ അവൻ ബെഡിലേക്ക് വീണു. അവളോട് പച്ച മലയാളത്തിലാണ് താൻ പറഞ്ഞത് ഇപ്പോൾ വിവാഹത്തിന് സമ്മതിക്കരുതെന്ന്. അവളുടെ അഹങ്കാരം കൊണ്ടല്ലേ ഈ ഒരു കാര്യത്തിന് അവൾ മുതിർന്നത്? ചിന്മയുടെ മുഖം ഓർക്കും തോറും അർജുന് ദേഷ്യം കൂടി വന്നു. നാളെ ഡ്രസ്സ് എടുക്കുകയും കൂടി കഴിഞ്ഞാൽ എല്ലാം കൈവിട്ടു പോകും. അതിനു മുന്നേ അവളോട് എന്തെങ്കിലും പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവാക്കണം. ചിന്മയുടെ ഫോൺ നമ്പർ കിട്ടുവാൻ എന്താണ് വഴിയെന്ന് അർജുൻ ആലോചിച്ചു. ഒടുവിൽ രണ്ടും കൽപ്പിച്ചവൻ ശ്രീദേവിയെ കോൾ ചെയ്തു. ശ്രീദേവി ചിമ്മുവിൻ്റെ നമ്പർ അവന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഞാൻ വിളിക്കും, അവളോട് കോൾ അറ്റൻഡ് ചെയ്യാൻ ഒന്ന് പറയണേ ആൻറ്റി. ഓക്കെ മോനെ, പറയാം. ശ്രീദേവി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അപ്പോൾ തന്നെ അർജുൻ ചിമ്മുവിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. പേടിയോടെ ഇരിക്കുകയാണ് ചിന്മയി. അപ്പോഴാണ് ശ്രീദേവി വന്നിട്ട് അർജുൻ വിളിക്കുമെന്ന് പറഞ്ഞത്. ശ്രീദേവി റൂമിൽ നിന്നപ്പോൾ തന്നെ അർജുൻ്റെ കോൾ വരികയും ചെയ്തു. എടുക്കുമോളെ, എടുത്ത് സംസാരിക്കൂ കേട്ടോ.
ശ്രീദേവി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിറയ്ക്കുന്ന കൈകളോടെ ചിന്മയി ഫോണെടുത്ത് കാതിലേക്ക് ചേർത്തു. എടി എന്നൊരു അലർച്ചയായിരുന്നു അർജുൻ. ചിമ്മു വിറച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. തുടരും.